ഞങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായി അവർ രേഖാമൂലം കൊടുക്കുന്ന 2 പരാതിയിലും എൻ്റെ പേര് പരാമർശിച്ചു. ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി പത്രസമ്മേളനങ്ങളിലും എൻ്റെ പേര് പരാമർശിച്ചു. അതിൻ്റെ ശേഷം നവമാധ്യമങ്ങളിലാകെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തിഹത്യയെ സംബന്ധിച്ചാണല്ലോ ചർച്ച. ഇല്ലാത്തൊരു വീഡിയോ സംബന്ധിച്ച് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എന്തുമാത്രം പ്രതികരണങ്ങളുണ്ടായി, എന്തുമാത്രം പോസ്റ്റുകളുണ്ടായി. അത് വളരെ ഇൻഡിവിജ്വലി ടാർഗറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായി. ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് അവർ തന്നെ പറയുന്നു. സന്തോഷം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ പേര് അതിനകത്ത് വലിച്ചെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്തവരെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ചെയ്തതിന് പരാതി കൊടുത്ത് പോലീസിനെ കൊണ്ട് നടപടി എടുപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം പൊളിറ്റിക്കൽ ഇൻറ്റൻഷൻ വെച്ച് ഈ ഇലക്ഷനെ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ പേര് അതിനകത്ത് ഏറ്റവും ഇതായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്കും അമ്മയില്ലേന്ന് വരെ ചോദിച്ചു കളഞ്ഞു പത്രസമ്മേളനത്തിൽ. എന്ന് വെച്ചാൽ അങ്ങനെ ഉള്ള ഒരു മകന് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്തു എന്നല്ല എൻ്റെ ഇംപ്ലിക്കേഷൻ. ഇപ്പോൾ ആ വീഡിയോ തന്നെ ഇല്ല എന്ന് പറയുന്നു. വീഡിയോ ഉണ്ടെന്ന് അവർ പറയുന്ന വീഡിയോ ഷാഫി കണ്ടിരുന്നു. ചോദിക്കുന്നത് ഇനിയിപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രയാസത്തിലായിരിക്കും. നിങ്ങളിപ്പോൾ എല്ലാ ചോദ്യങ്ങളും ആ നിലക്കാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അജണ്ട മാത്രമല്ലേ നിങ്ങൾക്കുള്ളൂ. റിപ്പോർട്ടർ പ്രത്യേകിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ അന്ന് തിരിച്ചു പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ട മാത്രം കൊടുക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകളും ആക്ഷേപവും ബുദ്ധിജീവി ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നിഷേധിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെ ഒരു വീഡിയോ ഇല്ലല്ലോ, ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല, ആരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പിന്നെ ഇല്ലാത്തൊരു വീഡിയോയുടെ പേരിൽ എനിക്ക് അമ്മയില്ലേ എന്ന് പത്രസമ്മേളനത്തിൽ ചോദിച്ചു കേട്ടായിരുന്നല്ലോ. അതെന്തിനാ ചോദിക്കുന്നത്? ഭയങ്കരമായ മാനസിക പ്രയാസം അനുഭവപ്പെട്ടു. അല്ല, എനിക്കങ്ങനെ മാനസിക പ്രയാസമൊന്നുമില്ല. ഞാൻ കാരണം ഞാൻ കൺവിൻസ്ഡ് ആണ്. ഞാനത് മുമ്പ് ചെയ്തിട്ടില്ല, ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നാളെ തൊട്ട് ചെയ്യൂന്നില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡ് ആണ്. എനിക്കത് എൻ്റെ ബോധ്യമാണ്. ഞാൻ അങ്ങനെ വ്യക്തിഹത്യ നടത്തിയിട്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വന്ന ഒരാളല്ല. ആരൊക്കെ അങ്ങനെ ആരോപിച്ചാലും ഞാൻ അതല്ല എന്ന് എനിക്കറിയാവുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ മനസ്സിനെ ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിട്ടില്ല. കാരണം ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ള നല്ല ആത്മവിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെയ്യാത്തൊരു കാര്യത്തിന് എൻ്റെ പേരെടുത്ത് 1-ലധികം തവണ 2-ലധികം തവണ അത് പറയുകയും രേഖാമൂലം കൊടുത്തതിലൊക്കെ പേര് വെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് എന്നോട് ചെയ്യുന്നത് ശരിയല്ല എന്നിപ്പോൾ ഇത് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പലരും ഡിസ്കഷൻ നടത്തി. പല ചാനലുകളും പലരും വലിയ വ്യക്തിഹത്യക്കെതിരായിട്ടുള്ള സാമൂഹിക മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്തു. ഇപ്പം അതൊന്നും ഇല്ലേ? ഇപ്പം അതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇല്ലാത്തൊരു വീഡിയോയുടെ പേരിൽ ഞാൻ നേരിട്ട കാര്യങ്ങളോ? അതൊരു സീരിയസ് സിറ്റുവേഷൻ തന്നെയാണ്. എന്തായാലും ഒരു കാര്യം സന്തോഷമുണ്ട്, അതില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് നന്ദിയും സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം സില്ലിയായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നത്? വലിയ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഇവിടെ ഉയർന്നു വരാത്തത് എന്തുകൊണ്ടാണ്? എന്തൊക്കെ വലിയ ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ ഇഷ്യൂസ് രാഹുൽ ഗാന്ധി വന്നപ്പം പറഞ്ഞത്, DK ശിവകുമാർ വന്നപ്പോൾ പറഞ്ഞത്, നിങ്ങളിതിനു മുമ്പ് എൻ്റെ ക്യാമ്പയിൻ എടുത്ത സമയത്തൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പൊളിറ്റിക്സ് അത് തന്നെയാണ്. പക്ഷേ നമുക്കെതിരെ എന്ന് പറയപ്പെടുന്നുണ്ടാക്കുന്ന സാധനങ്ങൾ ഇത്തരത്തിലുള്ളതായി പോകുന്നതുകൊണ്ടാണ് വാർത്തയുടെ സ്പേസ് ആയിരുന്നു. ഞങ്ങൾ സീരിയസ് പൊളിറ്റിക്സ് പറയുന്നുണ്ട്. നിങ്ങൾ ഇടം തരികയാണെങ്കിൽ വാർത്തയിൽ അത് കൊടുക്കാൻ മാത്രം ഞങ്ങൾ പറയുന്നുണ്ട്. ഇടയ്ക്കൊന്ന് കൊടുത്താൽ മതി. ഞങ്ങൾ വളരെ സീരിയസ് പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. ഞാനിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ പോയിട്ടില്ല. അതെല്ലാം കഴിഞ്ഞിട്ടും ഞാൻ പ്രതികരിച്ച് നിങ്ങൾ ചോദിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ സീരിയസ് പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.